ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാഗ്നേഴ്സ് ലോ ഇൻട്രൊഡക്ഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഈ ഒരു വീഡിയോയിൽ എന്തൊക്കെ റീസൺസ് ആണ് ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ളത്. ഫസ്റ്റ് പറയുന്നത് തന്നെ ട്രഡീഷണൽ ഫംഗ്ഷൻസിന്റെ എക്സ്പാൻഷൻ ആണ്. ട്രഡീഷണൽ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൻസ്, അതുപോലെ തന്നെ ജസ്റ്റിസ്, അതിന്റെ അഡ്മിനിസ്ട്രേഷൻ, ലോ ആൻഡ് ഓർഡർ, അതുപോലെയുള്ള സോഷ്യൽ ഓവർ ഹെഡ്സിന് വരുന്നതായിട്ടുള്ള എക്സ്പെൻസസ്, ഇതെല്ലാം ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ സൈഡ് ഇൻക്രീസ് ചെയ്യാനുള്ള റീസൺ ആണ്. രണ്ടാമതായിട്ട് പറയുന്നത് കവറേജ് ഓഫ് ന്യൂ ഫംഗ്ഷൻസ് ആണ്. ഗവൺമെന്റിന്റെ ഒരു സമയം വരെ ഗവൺമെന്റിന്റെ മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റി നമ്മൾ പറഞ്ഞു ലോ ആൻഡ് ഓർഡർ, ഡിഫൻസ്, അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് കൂടുതൽ സ്പെൻഡ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടി ഗവൺമെന്റ് അല്ലെങ്കിൽ സൊസൈറ്റിയുടെ റെസ്പോൺസിബിലിറ്റീസ് ഇൻക്രീസ് ചെയ്തു. അതിനനുസരിച്ച് ഗവൺമെന്റിന്റെ ആക്ടിവിറ്റീസും ഇൻക്രീസ് ചെയ്യേണ്ടതായിട്ട് വന്നു. വെൽഫെയർ മെഷേഴ്സിനൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടി വന്നു. വെൽഫെയർ മെഷേഴ്സ് എന്ന് പറയുമ്പോൾ ഓൾഡ് ഏജ് പെൻഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ സിക്ക് ആയിട്ടുള്ളവർക്ക് ബെനിഫിറ്റ് കൊടുക്കുക, പബ്ലിക് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഹൗസിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ വെൽഫെയർ സ്കീംസ് വന്നതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ സൈഡ് അവിടെയും ഇൻക്രീസ് ചെയ്തു. തേർഡ് പറയുന്നത് എക്സ്പാൻഡിങ് സ്പിയർ ഓഫ് പബ്ലിക് ഗുഡ്സ് ആണ്. പബ്ലിക് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഗവൺമെന്റിന്റെ അതോറിറ്റിയിലുള്ള ഗുഡ്സ് ആണ്. പബ്ലിക് ഗുഡ്സ് കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുക, അതായത് ഇറിഗേഷൻ, അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റി വരുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഗവൺമെന്റിന്റെ പ്രോജക്റ്റുകൾ, പബ്ലിക് പാർക്കുകളുടെ മെയിൻ്റനൻസ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ സ്കൂൾസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, ഹോസ്പിറ്റൽസ്, ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്, ഇതെല്ലാം നമുക്ക് ഇതിൽ പറയാം പബ്ലിക് ഗുഡ്സ് അല്ലെങ്കിൽ മെറിറ്റ് ഗുഡ്. അങ്ങനെയുള്ള പബ്ലിക് ഗുഡ്സിന്റെ എക്സ്പാൻഷനും ഗവൺമെന്റിന്റെ ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് കാരണമായി, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ സൈഡ് ഇൻക്രീസ് ചെയ്യാനായിട്ട് കാരണമായി. ഇതും മെയിൻ ആയിട്ട് ഈ 3 റീസൺസ് ആണ് ഗവൺമെന്റിന്റെ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യാനുള്ള റീസൺസ്.